പാലക്കാട് എം.എൽ.എ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ രണ്ടാം പ്രതി ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്ന്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് പത്തനംതിട്ട കോന്നി സ്വദേശി ജോബി ജോസഫ്. മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരിയായ യുവതിക്ക് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണെന്നാണ് പരാതിയിൽ പറയുന്നത്. ജോബിയുടെ ഫോണിൽ വിളിച്ച വീഡിയോ കോളിലൂടെ പരാതിക്കാരി ഗുളിക കഴിച്ചെന്ന് മാങ്കൂട്ടത്തിൽ ഉറപ്പ് വരുത്തിയെന്നും മൊഴിയിലുണ്ട്. എന്നാൽ മരുന്ന് എത്തിച്ചത് യുവതി ആവശ്യപ്പെട്ടത് കൊണ്ടാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്കറിയില്ലെന്നുമാണ് ജോബി ജോസഫിന്റെ വാദം. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതേ കേസിൽ ഒന്നാം പ്രതി രാഹുലിന്റെ ജാമ്യം കോടതി നേരത്തെ തള്ളിയതാണെന്നും അതിനാൽ ജോബിക്ക് ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നാണ് കേസ്. പാലക്കാട് എം.എൽ.എ. ആയ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആദ്യ ലൈംഗിക പീഡന കേസിലെ രണ്ടാം പ്രതിയായ ജോബി ജോസഫിന്റെ ജാമ്യാപേക്ഷയിൽ ഉത്തരവ് ഇന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് പത്തനംതിട്ട കോന്നി സ്വദേശിയായ ജോബി ജോസഫ്. മാങ്കൂട്ടത്തിന്റെ നിർദ്ദേശപ്രകാരം പരാതിക്കാരിയായ യുവതിക്ക് ഗർഭഛിദ്രത്തിനുള്ള ഗുളിക എത്തിച്ചു നൽകിയത് ജോബി ജോസഫ് ആണെന്നാണ് പരാതിയിൽ പറയുന്നത്. ജോബിയുടെ ഫോണിൽ വിളിച്ച് വീഡിയോ കോളിലൂടെ പരാതിക്കാരി ഗുളിക കഴിച്ചെന്ന് മാങ്കൂട്ടത്തിൽ ഉറപ്പ് വരുത്തിയെന്നും മൊഴിയിലുണ്ട്. എന്നാൽ മരുന്ന് എത്തിച്ചത് യുവതി ആവശ്യപ്പെട്ടത് കൊണ്ടാണെന്നും മരുന്ന് എന്തിനുള്ളതാണെന്ന് തനിക്കറിയില്ലെന്നുമാണ് ജോബി ജോസഫിന്റെ വാദം. തിരുവനന്തപുരം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത്. ഇതേ കേസിൽ ഒന്നാം പ്രതിയായ രാഹുലിന്റെ ജാമ്യം കോടതി നേരത്തെ തള്ളിയതാണെന്നും അതിനാൽ ജോബിക്കും ജാമ്യം നൽകരുത് എന്നുമാണ് പ്രോസിക്യൂഷന്റെ ആവശ്യം. പരാതിക്കാരിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ പീഡിപ്പിച്ച് നിർബന്ധിത ഗർഭഛിദ്രം നടത്തിയെന്നാണ് കേസ്.